വടക്കാഞ്ചേരിയുടെ ജനപ്രിയ മദ്രാസ് ഹോട്ടൽ പുതുഭാവത്തിൽ ആധുനിക രീതിയിൽ നവീകരിച്ച വെജിറ്റേറിയൻ ഭക്ഷണശാലയാണ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചത്. PV നാരായണസ്വാമിയുടെ ഭാര്യ സായിബാല നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. രുചി വൈവിധ്യവും മികച്ച സർവീസും മദ്രാസ് ഹോട്ടലിനെ മറ്റുള്ള ഭക്ഷണശാലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഭക്ഷണപ്രേമികളുടെ ഇഷ്ടകേന്ദ്രമായ മദ്രാസ് ഹോട്ടൽ ഇപ്പോൾ രൂപത്തിലും ഭാവത്തിലും അടിമുടി മാറിയാണ് പ്രവർത്തനം തുടങ്ങിയത്. ഉദ്ഘാടന ചടങ്ങിലേക്ക് നാടൊന്നാകെ ഒഴുകിയെത്തി. പതിറ്റാണ്ടുകളോളം രുചി വൈവിധ്യത്തിൻ്റെ കയ്യൊപ്പിൽ ജനമനസ്സുകളിൽ ഇടമൊരുക്കാൻ നേതൃത്വം നൽകിയ നാരായണസ്വാമിയെ അനുസ്മരിച്ചാണ് ഏവരും ആശംസാ ഭാഷണങ്ങൾ പൂർത്തിയാക്കിയത്. ആദ്യ വിൽപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ്യ ഓൺലൈനായും ആക്സ് പ്രസിഡന്റ് VV ഫ്രാൻസിസ് നേരിട്ടെത്തിയും നിർവഹിച്ചു. നാരായണസ്വാമിയുടെ മകനും വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവുമായ PN വൈശാഖ് ചടങ്ങിൽ അധ്യക്ഷനായി. വടക്കാഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, K അജിത് കുമാർ, രാജേന്ദ്രൻ അരങ്ങത്ത്, NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് PS ഋഷികേശ്, വടക്കാഞ്ചേരി ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ, IMA പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീനിവാസൻ, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹി PN ഗോകുലൻ, വിവിധ പൂരകമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് CA ശങ്കരൻകുട്ടി, K ബാലകൃഷ്ണൻ, V സുരേഷ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മനസ്സിൽ ഒരുപാട് പറയുവാനുണ്ട്. ഏറ്റവും നല്ല ഹോട്ടലായി ഞാൻ വരുന്ന കാലത്തൊക്കെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉള്ളൊരു സ്ഥലം കൂടിയായിരുന്നു ഇവിടെ. വളരെ നല്ല രീതിയിൽ മറ്റേ സ്വാമിയുമായി തന്നെ കൗൺസിലറായപ്പോൾ കുടുംബശ്രീ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെ ഞാൻ കുടുംബശ്രീയുടെ സീരിയസ് ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പോൾ മറ്റേ സ്വാമിയോട് പഴയ കാല ഒരു ബന്ധം കൂടിയുണ്ട്. പാരമ്പര്യമായി മദ്രാസ് ഹോട്ടല് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടാവുന്ന ഒരു ഹോട്ടലായി മാറിയിട്ടുണ്ട്. ഈ വഴി പോകുന്ന എല്ലാവരും ചോദിക്കുകയായിരുന്നു. അത് തന്നെയാണ് ഈ ഹോട്ടലിലെ സ്ഥാപനം ജനം നെഞ്ചിൽ ചേർത്ത് പിടിച്ചുള്ള ഏറ്റവും വലിയ തെളിവ്. എന്തായാലും മദ്രാസ് ഹോട്ടൽ വടക്കാഞ്ചേരി താലൂക്കാൻ തുടങ്ങി അന്ന് മുതൽ വരികയും ഇരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്ത സ്വാമിയുടെ സൗഹൃദമൊക്കെ വർഷങ്ങളോളം നീണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ മറ്റേ വിജയേട്ടൻ അക്കൗണ്ട്സ് വിജയേട്ടൻ പറഞ്ഞതിന് ബോർഡ് മദ്രാസ് ഹോട്ടൽ എന്ന് വെച്ചിട്ടുണ്ടല്ലോ. സുഹൃത്ത് മാനവനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് ഒരേ പ്രായക്കാരായതുകൊണ്ട് യാത്ര ചെയ്ത് കിടന്നുറങ്ങി പോയ ചരിത്രം നമ്മുടെ കണ്ണനൊക്കെ ഞാൻ സാക്ഷിയാണ്, ദർശനമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തായാലും ഈ 3 തലമുറയുടെ കൂടെയും ഞാൻ ജീവിച്ചു. 4ാമത്തെ തലമുറ വൈശാഖിൻ്റെ വിഘ്നേശിൻ്റെ കുട്ടികൾ അവരുടെയും കൂട്ടുകാരായിട്ട് ഞാൻ മദ്രാസ് ഹോട്ടലിൻ്റെ കൂടെ ഏത് കാലത്തും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകുന്നു.